അല്ല ഏതോ സ്ഥലമൊക്കെ മേടിച്ചുള്ള പൈസയൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാ? അന്ന് വാങ്ങിയ തരിശൂമിയില്ലേ, അവിടെയാണ് ഇപ്പോൾ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്നത്. ലക്കി മാൻ. കണ്ടില്ലേ, നമ്മുടെ രംഗണ്ണൻ അന്ന് തരിശുഭൂമി വാങ്ങിച്ചിട്ട് ഇന്ന് ഇത്രയും സെറ്റപ്പ് ആയത്. ഇതുപോലെയാണ് ട്രിവാൻഡ്രത്തിന്റെ മാറ്റവും. ഇപ്പൊ സ്ഥലം വാങ്ങി ഇല്ലേ നമ്മൾ പെടുമോനെ. വിഴിഞ്ഞം കൊണ്ടുവരാൻ പോകുന്ന വികസനത്തിലൂടെ പ്രോപ്പർട്ടിയുടെ വില എത്രയധികമായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും ആവില്ല. എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. നിലവിൽ നമ്മുടെ രാജ്യത്ത് വലിയ കപ്പലുകളൊന്നും വരാനുള്ള തുറമുഖങ്ങളില്ല. അതിനാൽ വലിയ കപ്പലുകളിൽ വരുന്ന ചരക്കുകളെല്ലാം കൊളംബോയിലും ദുബായിലും സിംഗപ്പൂരിലെല്ലാം ഇറക്കി വെച്ചിട്ട് ചെറിയ കപ്പലുകളിലാക്കിയാണ് ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തിക്കുന്നത്. വലിയ കപ്പലുകൾ നേരിട്ട് ഇന്ത്യൻ തുറമുഖത്തെത്തിയാൽ ഫോറിൻ എക്സ്ചേഞ്ച് ലാഭിക്കാൻ സാധിക്കും. മാത്രമല്ല സമയവും ലാഭിക്കാം. അങ്ങനെ ഒരു പോർട്ടാണ് വിഴിഞ്ഞത്ത് വരുന്നത്. വിഴിഞ്ഞത്ത് ഈ പോർട്ട് വരുമ്പോൾ ഒരു ദിവസം തന്നെ 10,000 കണ്ടെയ്നറുകൾ എത്തുമെന്നാണ് അറിയുന്നത്. ഈ വരുന്ന ചരക്കുകൾ സൂക്ഷിക്കാനും കണ്ടെയ്നറുകൾ പാർക്ക് ചെയ്യാനും ഇഷ്ടംപോലെ സ്ഥലം ആവശ്യം വരും. ദിവസം കൂടുന്തോറും സ്ഥലത്തിന്റെ ആവശ്യകത കൂടി വരും. അങ്ങനെ ഭൂമിയുടെ വിലയും കൂടി വരും. സോ പോർട്ട് ഡെവലപ്പ് ആകും മുമ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വിഴിഞ്ഞത്തിന്റെ വാതിൽക്കൽ പടിയിൽ തമിഴ്നാട്ടിലേക്ക് 4 വരി പാത തുറന്നു കൊടുത്തു. ഇവിടെ നിന്നും വെറും 12 മിനിറ്റ് കൊണ്ട് തമിഴ്നാട് എത്താം. ഈ പാതയുടെ ഇരുവശത്തും കണ്ടെയ്നർ യാർഡുകൾ തുടങ്ങാനുള്ള സ്ഥലങ്ങൾ കമ്പനി വാങ്ങി തുടങ്ങി. നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ സ്ഥലങ്ങൾ കിട്ടാക്കനിയാകും. സോ ചിന്തിക്കൂ, ഭൂമി തന്നെയാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ.